നടക്കുന്നതിന്റെ ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ച് നമ്മൾ നിരന്തരം കേൾക്കാറുണ്ട്. മറ്റു വ്യായാമങ്ങൾ ചെയ്തില്ലെങ്കിലും നടക്കുന്നത് നല്ലൊരു വ്യായാമമെന്നാണ് ഫിറ്റ്നസ് വിദഗ്ധർ പോലും പറയുന്നത്. 10,000 ചുവടുകൾ വ്യാപകമായി അംഗീകരിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് തന്നെ ഇതിന് എന്തെങ്കിലും ശാസ്ത്രീയമായ പിന്തുണയുണ്ടോ എന്ന് നോക്കാം. 10,000 ചുവടുകളെ ഒരു മാന്ത്രിക സംഖ്യ എന്നാണ് പറയപ്പെടുന്നത്. 1965 ജപ്പാനിൽ മാൻപോക്കി എന്നറിയപ്പെടുന്ന ഒരു കാൽക്കുലേറ്റർ പോലും പുറത്തിറങ്ങിയിരുന്നു. ജാപ്പനീസ് ഭാഷയിൽ മാൻപോ എന്നാൽ 10,000 ചുവടുകൾ എന്നാണ് അർത്ഥം. പക്ഷേ ഇത് ശാസ്ത്രത്തെ അടിസ്ഥാനമാക്കിയുള്ളതായിരുന്നില്ല. 10,000 ചുവടുകൾ എന്നത് വേഗത്തിൽ മുന്നോട്ട് പോവുക, ആരോഗ്യശീലങ്ങൾ എന്നിവയ്ക്കുള്ള ഉദാഹരണമായി തന്നെ മാറിയിരുന്നു. ഒരു ദിവസം 10,000 ചുവടുകൾ നടക്കുന്നത് എല്ലാവരുടെയും ദൈനംദിന ശീലമായിരിക്കണമെന്നാണ് മാഡ്രിഡിലെ ഇംപ്രൂവ് ക്ലിനിക്കിലെ ഫിസിയോതെറാപ്പിസ്റ്റ് ജെസിസ് സെറാനോ പറയുന്നത്. ഈ സംഖ്യയെക്കുറിച്ച് ഇപ്പോഴും ഗവേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ദിവസം 4,000 മുതൽ 7,500 വരെ ചുവടുകൾ മാത്രം നടന്നാൽ പ്രത്യേകിച്ച് പ്രായമായവരിൽ അകാല മരണസാധ്യത ഗണ്യമായി കുറയ്ക്കാൻ കഴിയുമെന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. 70 വയസ്സിന് മുകളിലുള്ള സ്ത്രീകൾ ദിവസവും 4,400 ചുവടുകൾ നടന്നാൽ മരണസാധ്യത 41% കുറയ്ക്കാൻ കഴിയുമെന്നും ഒരു പഠനത്തിൽ കണ്ടെത്തിയിരുന്നു. ഹൃദയാരോഗ്യം, മാനസിക സന്തോഷം, കലോറി എരിച്ചുകളയൽ എന്നിവയ്ക്കെല്ലാം നടത്തം സഹായിക്കാറുണ്ട്. 20 മിനിറ്റ് വേഗത്തിലുള്ള നടത്തം മാനസികാവസ്ഥ നന്നായിരിക്കാൻ സഹായിക്കുകയും ഓർമ്മശക്തിയെ മെച്ചപ്പെടുത്തുകയും രക്തസമ്മർദ്ദം കുറയ്ക്കുകയും ചെയ്യും.